ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇന്നലെ കോതമംഗലത്ത് നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അതിന് മാധ്യമങ്ങൾ നൽകുന്ന വ്യാഖ്യാനവും താങ്കൾ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുകയല്ല, കണ്ടിട്ടുണ്ട്, ഉറപ്പാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ വന്യമൃഗങ്ങളുടെ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് എന്തെങ്കിലും ആത്മാർത്ഥത ഇന്നലത്തെ ആ സമരത്തിലടക്കം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എത്രയോ കാലങ്ങളായി പ്രശ്നം വരുന്നു. അവർ പാർലമെന്റിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. കാരണം ഇത് കേന്ദ്ര നിയമമാണെന്ന് അറിയാത്തവരല്ല ഈ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ആരും. ഒരു വാക്ക് പോലും കേന്ദ്ര സർക്കാരിനെതിരെ പറയാതെ ആ അമ്മയുടെ മരണത്തെ, ആ ദാരുണ സംഭവത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. എന്താണ് നമ്മൾ അതിനെ പറയേണ്ടത്? എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഏറ്റവും നീചമായ പ്രവൃത്തിയായിട്ടല്ലാതെ ഈ ഇന്നലെ ചെയ്ത നടപടിയെ കാണാനേ കഴിയില്ല മനു. കാരണം ഇത് പച്ചയ്ക്ക് കാണിക്കുക എന്താണ്? നിയമം കയ്യിലെടുക്കുക. അതല്ലാതെ മറ്റെന്താണ് അവിടെ കാണിച്ചത്? പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക ഘട്ടത്തെ പോലും തടസ്സപ്പെടുത്തി നിയമം കയ്യിലെടുത്ത് ആ അമ്മയുടെ മൃതദേഹം തട്ടിക്കൊണ്ടുപോകാനുള്ള നടപടിയല്ലേ അവർ കാണിച്ചത്. ഇത് സംബന്ധിച്ച് ആന നാട്ടിൽ ഇറങ്ങുന്നത് AK സെന്ററിൽ തീരുമാനിച്ചിട്ടാണോ? അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചിട്ട് ഇറങ്ങുന്നതാണോ? അല്ലെന്നുള്ളത് ഈ നേതാക്കന്മാർക്കും നാട്ടുകാർക്കും മുഴുവൻ അറിയാവുന്ന. അതുകൊണ്ടാണല്ലോ ഇന്ന് കൈരളി റിപ്പോർട്ടറോട് അവരുടെ അമ്മയുടെ സഹോദരൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും. കൂട്ടായ്മയാണ്, പ്രതിഷേധത്തിന്റെ ഒരു കൂട്ടായ്മ സ്വാഭാവികമാണ്. സ്വാഭാവികമാണ്. കാരണം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അവിടെ പ്രതിഷേധം ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ അമ്മയുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുക, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ ഒരിക്കൽ കൂടി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ രീതി അനാദരവ് കാണിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ആത്മാർത്ഥത ഇവർക്ക് ഇതിൽ പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇവർ പാർലമെന്റിൽ മിണ്ടാതിരിക്കുന്നു? ചോദ്യങ്ങളല്ലേ ഇവർ നേരിടേണ്ടത്, മറുപടി പറയേണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം, അതായത് 2-ാം തീയതി കാർഷിക മേഖലയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആലപ്പുഴയിലാണ് നടന്നത്. ഞാൻ അതിൽ പങ്കെടുത്ത ആളായതെന്ന് പറയുക. അപ്പൊ വയനാട്ടിൽ നിന്നുള്ള ഒരു അവിടുത്തെ കർഷകരുടെ പ്രതിനിധിയായിട്ടൊരു കർഷകൻ മുഖ്യമന്ത്രിക്ക് ഒരു ചോദ്യം എഴുതി കൊടുക്കുകയാണ്. ഇതായിരുന്നു പ്രശ്നം. വന്യജീവി ആക്രമണം വല്ലാതെ നാട്ടിൽ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് തീരുമാനമുണ്ടാക്കണം, ഗവൺമെന്റിന്റെ നിലപാടുകൾ അറിയണം. മുഖ്യമന്ത്രി വളരെ വിശദമായിട്ടാണ് ആ കാര്യം മാത്രം മറുപടി പറയാനായിട്ട് അദ്ദേഹം 10 മിനിറ്റ് കൂടുതൽ ചെലവഴിച്ചു. അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ കർഷകൻ തന്നെ നിർദ്ദേശം വെച്ചിരുന്നു, ഒരു പ്രത്യേക തരം തേനീച്ചകൾ, അത് വിദേശ രാജ്യങ്ങളടക്കം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രവുമാണ്. ഈ കാട്ടാനയ്ക്ക് അവിടെ ഈ തേനീച്ച ഉപയോഗിച്ച് വേലി കെട്ടിയാൽ ആ വേലികളിൽ ഈ തേനീച്ച കൂടുകൾ ഉണ്ടെങ്കിൽ കാട്ടാനയ്ക്ക് ആ വഴി വരാനേ കഴിയില്ല. അത്ര മാരകമായ ആക്രമണമാണ് വരുന്നത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതൊരു പുതിയ ആശയം തന്നെയാണ് വന്നേക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും, നടപ്പിലാക്കാം എന്ന് മാത്രമല്ല, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ചെയ്യാൻ പരിമിതികളുണ്ടെങ്കിലും 72-ലെ നിയമം കേന്ദ്ര വനം മന്ത്രി കേരളത്തിൽ വന്ന് പോലും മാറ്റാൻ തയ്യാറില്ല എന്ന് പറയുമ്പോഴേക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. നാളെയും അത് ഉണ്ടാവുകയും ചെയ്യും എന്ന് 2-ാമത്തെ മീറ്റിംഗിൽ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ ഒന്ന് ഉറപ്പ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് സാക്ഷിയാണ്, കേട്ടതാണ്. അതിൻ്റെ അകത്ത് ഇതല്ലല്ലോ, ഇതിന് പച്ചയ്ക്കുള്ള രാഷ്ട്രീയ മുതലെടുപ്പല്ലേ. ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെ ആ നാട്ടുകാർ, പ്രത്യേകിച്ച് ആ അമ്മയുടെ സഹോദരനടക്കം തുറന്നെതിർത്തത് വലിയ ഒരു വ്യക്തത ആൾക്കാർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട തെളിവും തന്നെയാണ് അതിനെ കാണേണ്ടത് കേട്ടോ. ശരി, വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ പ്രതികരിച്ചതിന് ഈ അവസരത്തിൽ.